അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ കണ്ട ഞാനല്ലല്ലോ ഇന്നലെ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അതായത് ഞാൻ ആ വീഡിയോ ചെയ്ത് പിന്നെ ഞാൻ പോയി കിടന്നു. നല്ല തലവേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം നല്ല കരച്ചിലും ഇതൊക്കെ ആയത് കാരണം പിന്നീട് അത് കരച്ചിൽ എപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിനെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് കരച്ചിൽ എന്ന് പറഞ്ഞത്. ഞാൻ മിക്കവാറും ചില സന്ദർഭങ്ങളിലൊക്കെ ആദ്യമൊക്കെ തന്നെ എപ്പോഴും കരയായിരുന്നു. എന്തൊരു വേദന വിഷമം ആരിൽ നിന്ന് നമുക്ക് കിട്ടിയാലും ഞാൻ പെട്ടെന്ന് കരയും. അങ്ങനത്തെ ഒരു പ്രകൃതാണ് എൻ്റെത്. ഇപ്പൊ കുറെയൊക്കെ ആയിട്ട് ഞാൻ നല്ല കരച്ചിലൊക്കെ പിടിച്ചു വെക്കും. എന്നാലും എനിക്ക് കരയണം. കരഞ്ഞു കഴിഞ്ഞാല് എൻ്റെ മനസ്സിന് കൺട്രോൾ കിട്ടും. അത് നല്ലതാണ്. അപ്പം അങ്ങനെ ഞാൻ കുറെ കണ്ട് കരഞ്ഞു. അപ്പൊ എനിക്ക് തലവേദന ഒന്ന് വന്നു. അപ്പൊ മോനെ വിളിച്ചിട്ട് പിന്നെ പുറത്തുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചിരുന്നു. ഒരു പ്രശ്നമില്ല, ഇത് നോക്കാം, തറാവിക്ക് ആൾക്കാർ പോണ്, പിന്നെ സൈക്കിൾ ഇട്ടത് ആൾക്കാർ പോണ്, അങ്ങോട്ട് പോണ്, ഇങ്ങോട്ട് വരുന്നത്, നല്ല സുഖമാണ്, ഇവിടെ വേറൊരു പ്രശ്നമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അതിനുള്ള നമ്മളെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഉമ്മ, നിങ്ങൾ വീഡിയോ ചെയ്തത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറച്ച് കണ്ടിരുന്നു. അതിൽ കുറച്ച് ഭാഗം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നല്ല വൈറലായിട്ട് പോയിട്ടുണ്ട്. അപ്പം അത് മോനും കണ്ടിക്കണ്. അപ്പൊ പറഞ്ഞേ, ഉമ്മ നിങ്ങള് ഇങ്ങനെ വീഡിയോ ചെയ്യല്ലേ, എന്താ വെച്ചാല് നിങ്ങൾ ബോൾഡ് ആണെന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത്? ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ട് കരയുമെങ്കിലും ബോൾഡായിട്ടുള്ള രീതിയിലാണ് എന്റെ ജീവിതം. കാരണം ഒറ്റക്ക് പൊരുതി ജീവിച്ചവളാണ് ഞാൻ, മക്കളെയും കൊണ്ടിട്ട് പല സിറ്റുവേഷനിലും പല ഘട്ടങ്ങളിലും. ഇത്രയും കാലമായിട്ടും ആരെയും അങ്ങോട്ട് കൊടുക്കാതെ എന്താ പറയാ, കൂട്ടി പിടിച്ച് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ച് മക്കളെ ഓരോ സ്ഥലത്ത് എത്തിക്കലും ഉണ്ടാക്കലും അറിയാലോ. ഭർത്താവ് ഉണ്ടെങ്കിലും ഭർത്താവ് ഇല്ലെങ്കിലും ഭർത്താവ് ഉള്ളവന് ഇല്ലാത്ത മട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഒരു സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുമ്പോൾ, അപ്പൊ പിന്നെ ഭർത്താവ് മരണപ്പെട്ടും കൂടെ ചെയ്തിട്ടുണ്ടപ്പോ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. ഞാൻ കൂടുതൽ ആ കാര്യത്തേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ബോൾഡായി ജീവിക്കുന്ന ആളാന്ന് മക്കൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ മക്കളെ ഞാൻ അങ്ങനെ തന്നെയാണ് വളർത്തുന്നത്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും അവരെ വിഷമം പറയുമ്പോൾ ഞാനത് വല്ലാതെ ശ്രദ്ധിക്കാതെ പോകലാണ്. എന്നുവെച്ചാല് അവർ താങ്ങട്ടെ, അവർക്ക് താങ്ങാനേ, ഞാൻ എപ്പോഴും താങ്ങാൻ അവരെ കൂടെ ഉണ്ടാവില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം. അപ്പൊ അവർ ബോൾഡായിട്ട് ജീവിക്കട്ടെ. ആ ചെറുപ്പത്തിലെ അവർക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് പറയുന്നതൊക്കെ. ആ പിടിവിട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടപെടും, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് മോനിക്ക് അറിയുന്ന കാരണമാണ് മോന് മരുമകളോടും പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഉമ്മ ഇത് വിചാരിച്ച ആളൊന്നല്ല കേട്ടാ, ഉമ്മ നല്ല ബോൾഡാണ്, ഉമ്മ എന്നെക്കാളും ധൈര്യശാലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളിനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതുവരെ ഞാൻ അവനോട് നല്ല രീതിയിൽ തന്നെ വർത്തമാനം പറഞ്ഞ് അവന് പറയുന്നതൊക്കെ കേട്ട് നിന്ന് ഞാൻ കാര്യങ്ങൾ കുറച്ചൊക്കെ അങ്ങോട്ട് അന്വേഷിക്കലും ഇതാക്കലൊക്കെ ആയി. അതിന്റെ ഇടയിലാണ് അവനെ ഇടയ്ക്കൊന്ന് നിർത്തിയപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ കാണുന്നതും ചാനല്, മറ്റേ വാർത്താ ചാനൽ കാണുന്നത്, മീഡിയ വണ്ണൊക്കെ കാണുന്നതും ഇതാക്കുന്നതൊക്കെ. അങ്ങനെ നോക്കി, അങ്ങനെ പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ച് ചുരുക്കം പറഞ്ഞാൽ ഞാൻ ബോറടിപ്പിക്കല നിങ്ങളെ. ഇങ്ങനത്തെ ഒരു ഇതിൽ എന്നോട് പറഞ്ഞ നല്ല രീതിയിൽ ഉമ്മ, ഒത്തിരി താത്താമാരും ഉമ്മമാരും കമന്റ് വന്നിട്ടുണ്ട്. അവര് വിഷമത്തിലാണ്. അപ്പൊ ഉമ്മ ഇപ്പൊ തന്നെ വീഡിയോ ചെയ്തിട്ട് നല്ല ബോൾഡായിട്ട് പറയും, ഇവിടെ ഒരു പ്രശ്നമില്ല, ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞോളാന്നാണ്. പിന്നെ എനിക്ക് തലകറക്കമൊക്കെ ആയി, പിന്നെ ഒന്നിനും പറ്റിയില്ല. അത് അതിന്റെ സൈഡ് എഫക്റ്റ് ആവാം. ഏജ് കൂടി വരല്ലേ, നമുക്ക് പല രീതിയിലുണ്ടാവും. പിന്നെ ഒന്നാമത്തെ രാവിലെ ഞാൻ പോയിട്ട് ഷോപ്പിൽ നിൽക്കുന്നതാണ്. നല്ല തിളച്ച വെയിലാണ്. ഒരു 11 മണിക്കാണ്ട് വെയിൽ വന്നാൽ, കടയിൽ വെയിൽ വന്നു കഴിഞ്ഞാല് ഒരു 4 മണി വരെ സൂര്യൻ ആ ഭാഗത്ത് നിന്ന് തീർന്നിട്ട് ആകെ ചൂടിന്റെ കട്ടയാണ് അതിൻ്റെ. ആ എരിപൊരി കൊള്ളണില് നിസ്കരിക്കും പോകും, അത്ര തന്നെ. പിന്നെ അവിടുത്തെ വർക്കാണ്ട് ചെയ്യണം. ആ വർക്ക് ചെയ്ത് നേരെ ഇവിടെ വരികയാണ്. ഉച്ചക്ക് വന്ന് ഇവിടുത്തെ പണിയും കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയിട്ട് പിന്നെയും വന്നിട്ടാണ് ബാക്കിയുള്ള പണിയെടുത്ത് നോമ്പറക്കുന്നത്. അപ്പൊ അതിൻ്റെതൊക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അൽഹംദുലില്ലാ, അധ്വാനിക്കാന് താക്കത്തും ശക്തിയും തന്ന റബ്ബിന് സ്തുതി. അൽഹംദുലില്ലാ. അപ്പം ഈ ഒരു അവസ്ഥയില് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടാ കേട്ടപ്പോ ഉള്ള ഒരു വിഷമം ബേജാറൊക്കെ നമുക്ക് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ ആ രീതിക്ക് അനുസരിച്ചിട്ട് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന എന്റെ പിന്നെ കൂട്ടുകാര്, എന്റേതായിട്ടുള്ള ഒരു ഫാമിലി, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് ഞാൻ ഇത് ഇടണം എന്ന് വിചാരിച്ചിട്ടൊന്നും ഇട്ടതല്ല. ഞാൻ എന്റെ ഗ്രൂപ്പിൽ പിള്ളേർക്ക് ആളിടാനും പറ്റൂല. ഞാന് പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. കാരണം ഞാൻ സത്യം പറഞ്ഞാല് ആ വീഡിയോ ഞാൻ അതിൽ ഇട്ടതുകൊണ്ട് എനിക്ക് ഇപ്പൊ കാണുമ്പോ എനിക്ക് ഒരു ഇത് തോന്നുമെങ്കിലും, പക്ഷെ ഒരുപാട് പിന്നെ നമ്മളെ സഹോദരിമാർക്ക്, ഒരുപാട് നമ്മളെ അനിയത്തിമാർക്ക്, ഒരുപാട് നമ്മളെ കൂടെയുള്ള അമ്മമാർക്ക് എല്ലാവർക്കും ഓപ്പണായിട്ട് അവരുടെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിടാനുള്ള ഒരു ഇത് വന്നു. അപ്പൊ എനിക്ക് അത്രയും പേര് ഇതുപോലെ വേദനിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അവർക്ക് എന്റെ വീഡിയോ ഒരു ഒരു എന്തോ ഒരു ഇതായി തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരായി കമന്റ് ഇടാൻ
അവർക്ക് തോന്നിയത്. ആരും നെഗറ്റീവായിട്ട് ഒരു കമന്റ് ഇട്ടിട്ടില്ല. ഫേസ്ബുക്കിൽ നിന്ന് 3-4 കമന്റ് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളൂ. അത് കമന്റ് ഇടുന്നത് ചിലപ്പം മുസ്ലിം നാമധാരി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ടീമുകളായിരിക്കാം. അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ കമന്റ് കണ്ടു വളർന്നതാണ്. കമന്റാണ് നമ്മളെ വളർച്ച. അപ്പൊ കമന്റാണ് നമ്മളെ ശക്തി. ചിരിക്കുന്ന റബ്ബേ പഠിച്ചവനെ, ആ ഇതില് ഒരുപാട് ദുആ നമ്മൾ ചെയ്ത്, എത്ര ആൾക്കാർ ദുആ ചെയ്ത്, എത്ര ആൾക്കാർ ആമീൻ ചൊല്ലി അല്ലെ? അൽഹംദുലില്ലാ. ഈ ആമീനും ഈ ദുആയൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മാസത്തിന്റെ, ഈ സമയത്തിന്റെ, പിന്നെ ഈ ദിവസത്തിന്റെയും പോരിഷമുണ്ട്. അള്ളാഹു ആ യുദ്ധങ്ങളൊക്കെ മാറ്റി സമാധാനം നിലനിർത്തി തരട്ടെ. ഇത് നടക്കും, ഇങ്ങനൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് നട്ടാനൊന്നുമില്ല. ഇപ്പൊ ഇവ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ബാബറി മസ്ജിദ് മുതൽ എല്ലാ സംഭവങ്ങളും പലതും നമ്മൾ കേട്ടും കണ്ടും ഒക്കെ നിൽക്കുന്നൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് അറിയുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് കഴുപ പൊളിക്കുന്ന അങ്ങനെയൊക്കെ എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ ഖിയാമത്ത് നാളാകുമ്പോൾ നമ്മള് ഖുർആനിലെ ഏടുകൾ മാഞ്ഞു പോകും. ഏടുകളല്ല, എഴുത്തുകള്, അക്ഷരങ്ങള് മാഞ്ഞു പോകും. അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കും. അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തില്ല. നമ്മൾ വെപ്രാളപ്പെട്ടിട്ട് ഒരു കാര്യമില്ല അല്ലെ? സംഭവങ്ങൾ അതാതിന്റെ സമയത്ത് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നടന്നുകൊണ്ടിരിക്കും. അതിൽ നമ്മൾ കുറച്ച് വിശ്വസിക്കും വേണം അല്ലെ? ഈമാനില്ലാത്തവർക്കാണ് പേടി ഉണ്ടാവുക. പക്ഷെ ഞാൻ പേടിച്ചിട്ടല്ല പറഞ്ഞത്. വിഷമം ഉണ്ടാവൂലേ? വിഷമം എന്നൊരു സംഭവം നമുക്ക് ഉണ്ടാവുമല്ലോ. ആ ഒരു വിഷമത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. എന്റെ സുഹൃത്തുക്കളുമായി, എന്റെ ഫാമിലിയുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു. അവര് എന്നോടും ഞാൻ അവരോടും പറഞ്ഞു. അത്രേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ നമ്മൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തി ദുആ ചെയ്തു. അത്രേ അവിടെ നടന്നിട്ടുള്ളൂ. ആ ഒരു കാര്യം മാത്രമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, എല്ലാവരും ശാന്തരായിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. ന്യൂസ് ചാനലിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കേണ്ട. അത് പകുതിയിലും 3/4 ഭാഗം ഫേക്കായിട്ട് വരുന്നതാണ്. എന്നാൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങള് അത് ഗൾഫ് രാഷ്ട്രം പുറത്തേക്ക് വിടൂല്ല. അപ്പൊ നമ്മൾ അവിടെ നിൽക്കുമ്പോഴും നമുക്ക് പല സംഭവങ്ങളും നടന്നിട്ടും അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പലതും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും എത്രയോ കുറച്ചാണ് പുറത്തേക്ക് അറിയപ്പെടുന്നത്. അപ്പം അവർ അതിന്റെ ഒരു കാര്യങ്ങളോ, ഇൻഫ്ലുവൻസർ ആയാലും ശരി, പിന്നെ യൂട്യൂബേഴ്സ് ആയാലും ശരി, ന്യൂസ് ചാനൽ ആയാലും ശരി, ആരും അത് പുറത്തേക്ക് വിടാൻ ആരും പെർമിഷൻ കൊടുക്കില്ല. അതിന്റെ അതിന്റെ നിയമങ്ങൾ കൂടെ അത് നടക്കുള്ളൂ. അപ്പോൾ പെർമിഷൻ ഉള്ള കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ അലൗട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അത് പുറത്തേക്ക് വിടുള്ളൂ. എന്നാ പെട്ടെന്ന് നമ്മൾ അവോയ്ഡും ചെയ്യേണ്ട. എന്നാ ഇപ്പൊ ഒരു ശാന്തരാണ്. ഇപ്പൊ രാവിലെ മോന് അതില് മെസ്സേജ് വരുന്നത്, മെസ്സേജ് എനിക്ക് എടുത്തിട്ടതിന്. അപ്പൊ ആ മെസ്സേജിലുണ്ട് സാധാരണ ലെവലിൽ നിങ്ങളുടെ ജോലിയിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പ്രവേശിക്കാം, എല്ലാവരും സേഫാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആക്റ്റീവാണ്, ജോലിയിൽ എല്ലാത്തിനും പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇതുപോലെ തന്നെ എന്നും ആവട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥന. എന്നും കേൾക്കാനും പിന്നെ അങ്ങനെയുള്ള ഒരു വേദനകൾ കേൾക്കാനും ഉണ്ടാക്കാനും നമ്മളെ മനസ്സ് പാകമല്ല. നമുക്ക് ഈമാന് അള്ളാഹു മനസ്സിൽ ഉറപ്പിച്ച് തരട്ടെ. അതുപോലെ തന്നെ എല്ലാവരും ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. പ്രവാസികൾക്ക് വേണ്ടി, പ്രവാസികളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവരൊക്കെ നമ്മളെ മക്കള്, നമ്മളെ ഉമ്മമാര്, ഉപ്പമാര്, നമ്മളെ പിന്നെ മരുമക്കള്, പേരക്കുട്ടികള്, അതുപോലെ മറ്റു ഭർത്താക്കന്മാരുണ്ടാവും. അപ്പൊ അടുത്തി അഞ്ചത്തി മറ്റുള്ളവരൊക്കെ എന്നാ പറഞ്ഞാൽ നമ്മൾ ഫാമിലികൾ മൊത്തം 13/4 ഗൾഫ് രാഷ്ട്രങ്ങളിലാണ് ഉപജീവന മാർഗത്തിനായിട്ട് പോയിട്ടുള്ളത്. അവരൊക്കെ അങ്ങനെ പറയുന്നതിന് ഒരു ഓമന പേര് അവർക്കുണ്ട്, പ്രവാസികൾ. ഈ പ്രവാസികൾ എന്ന് അവരെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതിൽ പെട്ടു, അതിന്റെ മോനടക്കം പെട്ടു. അപ്പോ അവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഇതേ നമ്മളെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രാർത്ഥനയിലും വലിയ ഒരു ആയുധം ദുനിയാവിലും ഇല്ല, ആഖിറത്തിലും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ ഫാമിലിക്കും വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. അപ്പൊ നിങ്ങളുടെ കമന്റ് എന്തായാലും പോന്നോട്ടെ. ഇൻഷാ അല്ലാഹ് ധൈര്യമായിട്ട് എല്ലാവരും ഇരിക്കുക, സമാധാനത്തിലിരിക്കുക. ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിൽ വിചാരിക്കുക. അത്ര തന്നെ. കോണ്ടാക്ട് ചെയ്യുക, ഇടയ്ക്കിടയ്ക്കൊക്കെ സമാധാനം നമ്മൾ കൊടുക്കുക, സന്തോഷം നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോസുമായി വരാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.